2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഒരു അറ്റാക്ക് അത് പൂർണ്ണമായിട്ടും ഒരു പരാജയമല്ലായിരുന്നോ ഇസ്രായേലിൻ്റെ? തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ പരാജയമാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യം നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു. അതായത് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഹമാസ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സേന ഒരിക്കലും കരുതിയിരുന്നില്ല. ഇവരെപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്നോ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നോ ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് മാത്രമേ കരുതിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹമാസ് ഇങ്ങനെ ഒരു മിന്നലാക്രമണം നടത്തുമെന്നോ നടക്കുമെന്നോ അവർ പ്രതീക്ഷിച്ചില്ല. പക്ഷേ മൊസാദ് പോലെയുള്ള അവരുടെ രഹസ്യാന്വേഷണ സംഘടന കൃത്യമായി ചില സൂചനകൾ നൽകി. ചില ഗ്യാപ്പുകളുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യണം. അതായത് നിലവിൽ ഹമാസിന് ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ 6 പാതകളെ ഉള്ളൂ എന്നാണ് കരുതിയത്. പക്ഷേ ഹമാസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ പലയിടത്തും തുരങ്കങ്ങളും മറ്റും ഉണ്ടാക്കി വെച്ചു. ഇത് കൂടാതെ ഇവിടേക്ക് കടന്നു വരാനുള്ള മറ്റ് ചില മാർഗ്ഗങ്ങളും കണ്ടെത്തി. ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 60-ലധികം സ്ഥലങ്ങളിലൂടെയാണ് ഹമാസിൻ്റെ 5000-ഓളം വരുന്ന പോരാളികൾ ഇവിടേക്ക് ഇടിച്ചു കയറിയത്. അപ്പം അവർ വന്നത് കരമാർഗം, വ്യോമമാർഗം, അതുപോലെ നാവിക മാർഗം എന്നീ രീതിയിലെല്ലാം വന്നു. അപ്പോൾ ഈ ഹമാസ് വലിയ ബുൾഡോസറും ഒക്കെ ആയിട്ട് വന്ന് അതിർത്തിയിലെ ഈ വേലികളുണ്ടല്ലോ, അതിർത്തി വേലിയൊക്കെ തള്ളി തകർത്തിട്ട് അതിലേക്കൂടെ ആളുകൾ കയറി വന്നു. ചെറിയ ഗ്ലൈഡർ ഉപയോഗിച്ച് പറന്ന് വന്ന് ഇപ്പുറത്തേക്ക് വീണു. അതുപോലെ തന്നെ തുരങ്കങ്ങൾ വഴിയെത്തി. അങ്ങനെ പല മാർഗങ്ങളിലൂടെ 5000-ഓളം പേർ വന്ന് കയറിയപ്പോൾ ഇസ്രായേൽ സത്യത്തിൽ പകച്ചുപോയി. മാത്രമല്ല ഏതാനും മണിക്കൂറുകൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും ഈ പറയുന്ന ഹമാസ് പോരാളിയുടെ കൈകളിലായിരുന്നു, അല്ലെ അവരുടെ ഒരു പിടിയിലായിരുന്നു. അതുകൊണ്ടാണ് 1500-ഓളം പേരെ അവിടെ വെടിവെച്ച് കൊല്ലുകയും ഏതാണ്ട് 250-ഓളം ബന്ദികളെ അവർ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. ഈ സമയത്ത് ഇവർക്ക് യാതൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രായേലിനോട് പൊരുതുവാനുള്ള ശക്തി ഹമാസിന് ഇല്ല എന്നൊരു മുൻവിധി അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല സൈന്യം വിചാരിച്ച ഹമാസിന് ഇത്ര ഞങ്ങളോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യം ഉണ്ടാവില്ല, അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവരുടെ ചിന്ത ഗസ എന്ന് പറയുന്ന പ്രദേശം ഭരിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക, ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് അവർ ഒരു കാരണവശാലും. അതായത് ഹമാസ് നമ്മൾ കാണുന്ന പോലെ തന്നെ അവരുടെ ജീപ്പുകളിൽ വെറുതെ ഗസയിലൂടെ യാത്ര ചെയ്തോളും, അവിടെ ഭരിച്ച് രാജാവായിട്ട് നടന്നോളൂ എന്ന് മാത്രമായിരിക്കും ഇസ്രായേൽ കരുതിയിരുന്നത്. 2015 ഇത്തരത്തിൽ ഹമാസ് ഒരു ആക്രമണം നടത്തണമെന്ന് കരുതിയിരുന്നു. പക്ഷേ അത് പാളിപ്പോയി. അപ്പോൾ യാഹ്യ സിൻവർ ആയിരുന്നു, അതായത് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ യാഹ്യ സിൻവർ അത് ശ്രമിച്ചു. 2018 അടുത്ത ശ്രമം നടത്താനായിട്ട് പോയി, പക്ഷേ അതും എങ്ങനെയോ അത് പാളിപ്പോയി. പിന്നീട് 2022 ശ്രമിച്ചു. അങ്ങനെ 2-3 തവണ ശ്രമിച്ചതിന് ശേഷമാണ് 2023 കൃത്യമായി നടപ്പാക്കിയത്. അപ്പോൾ 1, 2, 3 തവണ ഇങ്ങനെ അറ്റംപ്റ്റ് നടത്താനുള്ള പ്ലാനിങ് ഇവിടെ നടന്നിരുന്നു. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിരീക്ഷണം മൊസാദ് നടത്തി. എന്നിട്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ അക്കാര്യം അറിയിച്ചു. പക്ഷേ അന്ന് അവിടെ ഒരു ആഘോഷ പരിപാടികൾ നടക്കുന്നതുകൊണ്ട് ഇവരതിനെ അത്ര ഗൗരവമായി എടുത്തില്ല. അപ്പോൾ 1000-ഓളം ഒരു ഇസ്രായേലി സൈന്യമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. പക്ഷേ കയറി വന്നത് 5000-ഓളം ഭീകരന്മാരായിരുന്നു. ഈ ഭീകരന്മാർ ഹമാസിനെ പ്രതിനിധീകരിച്ച് കയറി വന്നെന്നും മാത്രമല്ല, ഈ സമയത്ത് അറ്റാക്ക് നടത്താൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ ഈ ഹമാസിൻ്റെ പോരാളികളുടെയൊക്കെ മൊബൈൽ ഫോണിൻ്റെ നെറ്റ്വർക്ക് ഇസ്രായേലിൻ്റെ പരിധിയിലേക്ക് വന്നു. അപ്പോൾ അത് മൊസാദ് ശ്രദ്ധിച്ചു. അപ്പോൾ അത്യപൂർവമായി ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ മുഴുവൻ എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് വരുന്നത്, ഇത് സംബന്ധിച്ച് സൈന്യത്തിന് ചില മുന്നറിയിപ്പുകൾ കൊടുത്തു. പക്ഷേ സൈന്യം മൈൻഡ് ചെയ്തില്ല. കാരണം ഹമാസ് ഇങ്ങനെ ആക്രമിക്കാൻ വരില്ല, വരാൻ ധൈര്യമുള്ള ഹിസ്ബുള്ളയ്ക്കാണ്. അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള പ്രേരണ കൊടുക്കുന്ന ഇറാനാണ്. അപ്പോൾ ഇറാനെയും ഹിസ്ബുള്ളയും മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഈ ഹമാസ് ഇവിടേക്ക് ഇടിച്ചു കയറുകയും അറ്റാക്ക് നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇസ്രായേൽ സേന വിവരം അറിയിച്ചു. അവർ വിമാനത്തിൽ ആകാശത്തേക്ക് എത്തി. പക്ഷേ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ ഹമാസിൻ്റെ ഭീകരനെയും കാണുന്നുണ്ട്, ഇസ്രായേലി ജനതയും കാണുന്നുണ്ട്. ഇവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? യാതൊരു മാർഗ്ഗവുമില്ല. അപ്പം മുകളിൽ നിന്ന് ഒരു ആക്രമണം നടത്താൻ ഇസ്രായേലിന് സാധിച്ചില്ല. മാത്രമല്ല ഇപ്പോഴും ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിയെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരു ജനവികാരം ഉയർന്നു വരികയാണ്. നേരത്തെ നമുക്കറിയാം ഡെഡ് ബോഡി വിട്ടുകൊടുത്തപ്പോൾ പോലും ഹമാസ് വലിയ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ അപമാനിക്കുന്ന പ്രവർത്തികളൊക്കെ ചെയ്തത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള അറ്റാക്ക് നടത്തിയത്. മാത്രമല്ല ഈ ആക്രമണം നടത്തുന്നതിന് മുന്നറിയിപ്പ് നൽകിയിട്ടും അത് കൃത്യമായിട്ട് പാലിച്ചില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞ് അന്ന് കരസേനാ മേധാവിയായിരുന്ന ഹെർസി ഹലേവി നേരത്തെ രാജിവെച്ചിരുന്നു. കാരണം വീഴ്ച സമ്മതിച്ച് തന്നെയാണല്ലോ. കാരണം ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഹമാസിന് എങ്ങനെ മുന്നേറാമെന്നുള്ളതിന് കൃത്യമായ ധാരണയാണ്. അപ്പോൾ കാലങ്ങളായിട്ട് ഹമാസ് അവിടെ ചില തുരങ്കങ്ങളൊക്കെ നിർമ്മിച്ച് ഒരു സഡൻ അറ്റാക്ക് നടത്താൻ വേണ്ട എല്ലാ സംവിധാനവും ഒരുക്കി വെച്ചു. ബുൾഡോസറുമായിട്ട് വന്ന് വേലുകളെല്ലാം തകർക്കുന്നു, ഗ്ലൈഡറിൽ വന്ന് ഇറങ്ങുന്നു, പല മേഖലകളിൽ കൂടെ വന്നു. 80-ഓളം ഭാഗങ്ങളിലൂടെ ഇവർ വന്ന് കയറിയപ്പം 1000-ഓളം ഇസ്രായേലി സൈനികർക്ക് മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല
ഈ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകളെല്ലാം ഇസ്രായേലിലേക്ക് വന്നു എന്ന് പറയില്ലേ, അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടും സൈന്യം അതിന് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല. അപ്പോൾ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വെളിയിലേക്ക് വെച്ചപ്പോൾ നെതന്യാഹുവിനെതിരെ ഒരു വികാരം ഉയർന്നു നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ റിപ്പോർട്ടും പുറത്തു വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിൻ്റെ പരാജയമാണെന്ന് വേണമെങ്കിൽ സമ്മതിക്കാം. അപ്പോൾ ഇത്രയും നാളുകൾക്കുള്ളിൽ ഇതാദ്യമായിട്ടാണ് ഇസ്രയേൽ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു, ഞങ്ങൾ അവരെ തടയുന്നതിൽ ഒരു പരാജയമായി പോയി എന്ന് തുറന്ന് സംഭവിക്കുന്നത്. മാത്രമല്ല ഈ ആക്രമണത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് യഹ്യ സിൻവറാണ്. അപ്പോൾ യഹ്യ സിൻവർ 2017 ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്താൻ പോകുന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ മൊസാദിന് കിട്ടിയിരുന്നു. അങ്ങനെയാണ് ആ പ്ലാൻ അന്ന് മൊസാദ് അട്ടിമറിച്ചത്. അന്ന് മൊസാദ് പറഞ്ഞപ്പോൾ IDF അതിനെ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പം ചെയ്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് നല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീഴ്ചയാണ് ഉണ്ടായത്. കാരണം മൊസാദ് പോലുള്ള ഒരു ഗ്രൂപ്പിനെ ഒരിക്കലും ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു അറ്റാക്ക്, ഒരു 5000 പേരോളം രഹസ്യമായിട്ട് പെട്ടെന്ന് ഒരു രാജ്യത്തേക്ക് കടന്നു കയറുമെന്ന് അറിയാൻ പറ്റാണ്ട് വന്നെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു പരാജയം തന്നെയല്ലേ അത് ശരിക്കും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കരിയില വീണാൽ അതുപോലും ഒപ്പിയെടുക്കാൻ കഴിയുന്ന ആസൂത്രിതമായ ഒരു രഹസ്യാന്വേഷണ വിഭാഗം, അതാണ് മൊസാദ് എന്ന് പറയുന്നത്. ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വീഴ്ചയുണ്ടായി. അപ്പോൾ മൊസാദ് ഇത്രയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഗസയെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം, ഒരു വലിയ സൈന്യമുള്ള രാജ്യം, വളരെ ശക്തമാണ്, ടെക്നോളജിയിൽ മുന്നിലാണ്. അങ്ങനെയുള്ള മൊസാദ് കൃത്യമായിട്ട് ഓരോ വിവരങ്ങളും ലോകത്ത് നിന്ന് തന്നെ ഒപ്പിയെടുക്കുമ്പോഴാണ് സ്വന്തം രാജ്യത്തേക്ക് ഹമാസ് ഈ ഹെലികോപ്റ്റർ ഈ ഗ്ലൈഡർ പോലെയുള്ള വാഹനങ്ങളിൽ അതുപോലെ തുരങ്കങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ മൊസാദ് ശരിക്കും വലിയൊരു വീഴ്ച വരുത്തി. അപ്പോൾ മൊസാദിന് ലോകത്തിൻ്റെ മുന്നിലൊരു പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ ഹമാസിന് സാധിച്ചു. അപ്പോൾ ഇസ്രായേലിനുണ്ടാകുന്ന ഏറ്റവും വലിയ വീഴ്ചയാണതെന്നും മൊസാദ് ലോകത്തിന് മുന്നിൽ ചൂളിപ്പോയി എന്നുമാണ് ഈ സൈന്യത്തിൻ്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നത്. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ നാണക്കേടിൻ്റെ ഒരു പര്യായം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ബന്ദിമോചനം ഇപ്പോഴും നടക്കാത്തതിൻ്റെ കാരണം അന്ന് ഈ IDFന് ഇസ്രായേലിലെ മൊസാദ് ഉൾപ്പെടെയുള്ള സേനകൾ നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് പ്രശ്നത്തിന് കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടന്നാൽ, ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നടന്നാൽ ഇസ്രായേലിന് അതിനെല്ലാം പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള അമിത ആത്മവിശ്വാസം. അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ സംഘമാണ്. അവർക്ക് ഇസ്രായേലിലെ ഭരണത്തിലോ അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുന്നതിൽ താല്പര്യമില്ല. ഗസയിൽ ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അവിടേക്ക് എത്തുന്ന ഇസ്രായേൽ IDF പോലെയുള്ള സൈന്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അവർക്കെതിരെ ആക്രമണം നടത്തുന്നു. ഇത് മാത്രമാണ് കഴിയുന്നത്. അപ്പോൾ കരസേനാ മേധാവി ഉൾപ്പെടെയുള്ളവർ കൃത്യമായ വിലോപം ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി. അതുകൊണ്ടാണ് അന്ന് ഹെർസി ഹലോവി രാജിവെക്കുകയും തനിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്, തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ഹമാസിൻ്റെ രാഷ്ട്രീയ എതിരാളികളോട് ഈ എതിരാളികളാണ് വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത്. അപ്പോൾ ആ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റിയുടെ ചില നിലപാടുകളുണ്ട്. അതിനോട് ഒരു വിട്ടുവീഴ്ച മനോഭാവം അന്ന് ഇസ്രായേൽ കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ തുടർച്ചയായിട്ട് ടാങ്കുകളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം വെസ്റ്റ് ബാങ്കിലേക്ക് ഹമാസിൻ്റെ ചില ആളുകൾ നുഴഞ്ഞു കയറുന്നുണ്ടെന്ന് ഇവർക്ക് സൂചന കിട്ടി. അപ്പോൾ ഒരിക്കൽ ഈ ഹമാസിൻ്റെ നുഴഞ്ഞു കയറ്റത്തിൽ പതറിപ്പോയ ഇസ്രായേൽ ഇനി അത്തരത്തിൽ വീഴ്ച ഉണ്ടാകരുത് എന്നത് ആലോചിച്ചുറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ 40,000-ഓളം പലസ്തീൻകാരെ ഒഴിപ്പിച്ചു. അപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന ജനതയ്ക്ക് അവർക്കൊരു രാജ്യമോ അവർക്കൊരു പ്രദേശമോ അവർക്ക് കൃഷിസ്ഥലമോ വീടോ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് ഏതാണ്ട് ക്ലിയർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അന്ന് പലസ്തീൻ അതോറിറ്റി, കാരണം നേരത്തെ ഒരു എഗ്രിമെൻ്റ് പ്രകാരം കുറച്ച് ഭാഗം പലസ്തീൻ അതോറിറ്റി ഭരിക്കും, ബാക്കി ഭാഗം ഇസ്രായേൽ ഭരണകൂടം ഭരിക്കും, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇനി അത് വേണ്ട, ഗാസ ഏതാണ്ട് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായി. ഇനി വെസ്റ്റ് ബാങ്ക് കൂടി സേഫ് ആയിട്ടിരുന്നത്. കാരണം തങ്ങളുടെ രാജ്യസുരക്ഷയ്ക്ക് ഗസയും വെസ്റ്റ് ബാങ്കും ഒക്കെ അത്യാവശ്യമെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ മൊത്തം ഈ ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ട് ഇനി രാജ്യസുരക്ഷ ശക്തമാക്കാനുള്ള തീരുമാനമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയിൽ 5000-ഓളം വരുന്ന ഭീകരർ, അവർ ഇസ്രായേൽ പോലെ ഏറ്റവും സ്ട്രോങ് ആയുള്ള രാജ്യത്തേക്ക് കടന്നു വരുന്നു. അവിടുത്തെ മൊസാദ് പോലെയുള്ള ലോകത്തെ ഏറ്റവും ശക്തമായ സുരക്ഷിതമായ ഇൻ്റലിജൻസ് സംവിധാനമുള്ള ഒരു രാജ്യം പരാജയപ്പെടുന്നു. ഏറ്റവും ശക്തമായ ആർമിയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. ആ ആർമി പരാജയപ്പെടുന്നു. അപ്പോൾ മൊസാദും IDF പോലെയുള്ള, അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പോലെയുള്ള സൈന്യവും പരാജയപ്പെട്ടു എന്നതിൻ്റെ
ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സൈന്യം പുറത്തുവിടുന്നത്. എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഈ ആക്രമണം തടയാനായിട്ട് അമ്പേ പരാജയപ്പെട്ടു പോയി. കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് കുറച്ചുകൂടി മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ഒരു കാരണവശാലും 2023 ഒക്ടോബർ 7 ആക്രമണം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. മാത്രവുമല്ല 250ഓളം പേരെ ബന്ദികളായി കൊണ്ടുപോയില്ലായിരുന്നു. ഇപ്പോഴും ഈ ബന്ദികൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ട് ഇസ്രായേൽ നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? ആ രാജ്യത്തെ സൈന്യത്തിൻ്റെ അലസ മനോഭാവമാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് പറ്റിയ ഒരു അബദ്ധം. അതെ. അപ്പം ബെഞ്ചമിൻ വലിയ വില കൊടുത്തോണ്ടിരിക്കുന്നു. വലിയ വില കൊടുത്തു. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്കെതിരെ ഇപ്പോഴും ശക്തമായ ജനവികാരം ഉയർന്നുകൊണ്ടിരിക്കുക. കാരണം ബന്ധുക്കളെ പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ശക്തമായ ജനവികാരം ഉയർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് ഇസ്രായേലിൻ്റെ സൈന്യം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ സേനയ്ക്ക്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പൂർണ്ണമായും വീഴ്ച പറ്റി. ഇതാദ്യമായിട്ടാണ് അവർ ഔദ്യോഗികമായി തങ്ങൾക്ക് ആ സംഭവത്തിൽ വീഴ്ച പറ്റി എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.